ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലം മാറിയാലും വിലയില്ലെങ്കിലും ഇന്നും നമ്മൾ പറയും 5 പൈസ കയ്യിലില്ലെന്ന്. ശരിയല്ലേ? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എല്ലാവരും? 5ൻ്റെ പൈസ എന്നോ എടുത്തു പോയതാണ്. 5ൻ്റെ പൈസ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആ 5 പൈസ എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ളതായിരുന്നു. ഇന്ന് 5 പൈസ ഇല്ല. പക്ഷേ ആരുടെ കയ്യിലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾ പിന്നോട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും സഹായം വന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ പല പല ഘട്ടങ്ങളിലായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ നാക്കിൽ നിന്നും അറിയാതെ വരുന്ന ഒരു വാചകമാണ് കാലം മാറിയാലും വിലയില്ലെങ്കിലും ഇന്നും നമ്മൾ പറയും 5 പൈസ കയ്യിലില്ലെന്ന്. അല്ലേ? ആര് ചോദിച്ചാലും നമ്മൾ പറയുന്നത് 5ൻ്റെ മയാ പൈസ എൻ്റെ കയ്യിലില്ല എന്ന് പറയും, അല്ലെങ്കിൽ 5 പൈസ എൻ്റെ കയ്യിലെടുക്കാനില്ല എന്ന് പറയും. അപ്പോൾ അന്നത്തെ ആ 5 പൈസയുടെ മൂല്യമാണ് ഇന്നും ഇത് പറയാനുള്ള കാരണം. ഈ 5 പൈസ കൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം നേടാൻ പറ്റും എന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഇങ്ങനെയുള്ളൊരു ടോക്ക് ആളുകൾ പറഞ്ഞു പോകുന്നത്. ഈ 5 പൈസയ്ക്ക് പണ്ടത്തെ കാലത്ത് വളരെ മൂല്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന കാലവുമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. 5ൻ്റെ കോയിൻ പോലും നമുക്കിപ്പോൾ വിലയില്ലാത്തൊരു കാലമാണ്. 5 പോയി, 100 പോയി, ആയിരങ്ങൾ പോയി, 10,000ങ്ങളായാലും ഇന്ന് അതുകൊണ്ടൊന്നും തന്നെ സാധിക്കാൻ പറ്റാത്ത കാലത്തിലാണ് ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 5ൻ്റെ പൈസ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അല്ലേ? ഇങ്ങനെ കാണുമ്പോൾ 5 പൈസയ്ക്കൊക്കെ ഒരുപാട് മിഠായികൾ മേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നല്ല നല്ല മിഠായികൾ കിട്ടിയിരുന്നു. അപ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനിയും വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.